പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ തിരുവചന ഭാഗങ്ങളിലൂടെ യേശു തൻ്റെ മരണവും മഹത്വീകരണവും വ്യക്തമാക്കുകയാണ്. ഗോതമ്പ് മണി അഴുകി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി മനുഷ്യന് രക്ഷ കൈവരിക്കുന്നു. യേശു മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചു. ഈശോയുടെ തിരുരക്തത്താൽ മനുഷ്യ മക്കളുടെ പാപക്കറകൾ ഇന്നും കഴുകപ്പെടുകയാണ്. യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. യേശുവിലൂടെ നാം എല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും? യേശുവിനെ പോലെ നാം ഓരോരുത്തരും മറ്റുള്ളവർക്കായി മുറിയപ്പെടണം. അനേകർക്ക് സമാധാനവും സന്തോഷവും രക്ഷയും കൈവരിക്കാൻ നമുക്ക് കഴിയണം. നാം നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി, നമ്മുടെ മനോഭാവവും വഴി മറ്റുള്ളവരെ രക്ഷിക്കുവാനും അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുവാനും നമുക്ക് കഴിയണം. ദൈവം അതെങ്ങനെ നമുക്ക് സാധിക്കും? ദൈവം നമുക്ക് നൽകിയ സമ്പത്ത്, കഴിവുകൾ, ആരോഗ്യം, സമയം ഇതെല്ലാം മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ പങ്കുവെക്കപ്പെടുമ്പോഴാണ് ഗോതമ്പ് മണി അഴിഞ്ഞ് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും മാറ്റി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. സ്വാർത്ഥത പലപ്പോഴും പങ്കുവെക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട്. എനിക്ക് എൻ്റേത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ എൻ്റേത് എന്ന് നാം പറയുന്ന സമ്പത്തും കഴിവുകളും ആരോഗ്യവും എല്ലാം ദൈവം നൽകിയതാണെന്ന് നാം മറന്നു പോകരുത്. നാം അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് നാം പറയുമ്പോൾ അധ്വാനിക്കാനുള്ള സാഹചര്യവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവുകളും എല്ലാം നൽകിയത് ദൈവമാണ് എന്ന് നാം മറക്കരുത്. ആ കഴിവുകളും സമ്പത്തും സമയവും ആരോഗ്യവും എല്ലാം അത് അത്യാവശ്യമുള്ളവർക്കും കൂടി ലഭിക്കത്തക്കവണ്ണം ഒരു വിശാലമായ മനസ്സോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഗോതമ്പ് മണി പോലെ നമ്മുടെ ജീവിതം അഴിഞ്ഞ് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കത്തക്കവണ്ണം ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.